ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. ചക്ക ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ചിലർക്ക് ചക്ക പുഴുക്കയായിരിക്കും, ചിലർക്ക് ചക്കയുടെ കൊള്ളിയായിരിക്കും. അങ്ങനെ ഓരോ വിധ പലഹാരങ്ങളും അതുപോലെ തന്നെ പഴുത്ത ചക്കയൊക്കെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ ഇന്നതേ ചക്ക വെച്ചിട്ട് ഞാനൊരു ചക്കപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ സാധാരണയായിട്ട് ചക്കക്കൂട്ടാൻ എന്നാട്ടോ പറയാറുള്ളത്. പിന്നെ ഒരുവിധം എല്ലാവർക്കും പറയുമ്പോൾ ചക്കപ്പുഴുക്കെന്ന് പറഞ്ഞാലല്ലേ അറിയുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചക്കപ്പുഴുക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കൂട്ടാനാണ് കേട്ടോ. സാധാരണ ഞാൻ വരിക്കച്ചക്ക വെച്ചിട്ടാണ് കേട്ടോ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ എനിക്ക് കിട്ടിയത് ഏതാണെന്ന് വെച്ചാൽ പഴഞ്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ കുക്കറിലാണ് കേട്ടോ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ നന്നായിട്ട് വട്ടത്തിൽ തന്നെ എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൽ ഞാൻ ചക്കക്കുരു കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ അധികം കുക്കറിൽ തന്നെയാണ് കേട്ടോ വേവിച്ച് ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പം ഞാനിത് ചക്ക ഒന്നായിട്ട് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒട്ട് കുറയാനും പാടില്ല, അതുപോലെ തന്നെ വെള്ളം ഏറി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊടിയുപ്പാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം എടുത്ത് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാനിതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ മാക്സിമം മതിയാകും കേട്ടോ ചക്ക വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അതുപോലെ ചെയ്തിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ വിസിലടിക്കാൻ വേണ്ടിയിട്ട്. ചക്ക വേവാകുമ്പോഴേക്കും ഞാൻ അതിലേക്കുള്ള ഒരു അരപ്പും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല പച്ചതേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 എണ്ണം കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം എന്നൊക്കെ പറയല്ലോ നമ്മൾ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഇവയെല്ലാം പാടെ ചേർത്തിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ഒരു പരുവം മതി കേട്ടോ. എന്നാൽ ഒരുപാട് അരഞ്ഞും പോവരുത്. ആ ഒരു ചെറിയ ഒരു ചതവിലിങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ ഉപ്പേരിയിലൊക്കെ ഇടാനായിട്ട് ചേർത്ത് വെക്കില്ല, ഒരു ഒതുക്കൽ പോലെ, അതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ അതുപോലെ ആക്കിയിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചക്ക നല്ല രീതിയിൽ തന്നെ ചക്കയും ചക്കക്കുരു കൂടെ വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ കയറുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു വെള്ളമൊക്കെ അതൊന്ന് വറ്റിയിട്ട് ചെറിയ രീതിയിലുള്ളൊരു വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒരു കൂട്ടും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചക്ക അധികം ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് കുത്തി കുത്തി ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ തേങ്ങയുടെ ഒതുക്കലും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം എടുത്ത് എത്തിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ ആ സമയത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വറവിടാനായിട്ട് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിന് ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അധികം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചക്കക്കൂട്ടാനിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ആ വറവിട്ടതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ചൂടോട് കൂടി കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ചക്കക്കൂട്ടനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പണ്ടത്തെ കാലത്തൊക്കെ ഇത് തന്നെ ഇരുന്നല്ലോ അധികം കഴിക്കാനുണ്ടായിരുന്നത്. ചക്കക്കൂട്ടാനും അതുപോലെ തന്നെ പൂള കൂട്ടാനും ചേമ്പും
കാച്ചിൽ പുഴുങ്ങിയത് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആണല്ലേ. ഇന്ന് പിന്നെ അധികം എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്കാണല്ലോ തിരിഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ പഴയ ഫുഡുകൾ തന്നെയാണ് കേട്ടോ ഒരുപാടായിട്ട് ഇഷ്ടമുള്ളത്. അപ്പം ഞാനിതേ ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് വാഴയുടെ ഇലയിൽ ഞാൻ കുറച്ച് ചക്ക കൂട്ടാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴഞ്ചക്ക വെച്ചിട്ട് കൂട്ടാൻ വെച്ചാൽ നന്നാവോ ഇല്ലയെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് തന്നെയായാലും ഞാൻ വെച്ച് ലാസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു മോശമായിട്ടും തോന്നിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറി, അതുപോലെ തന്നെ ഉണക്കലും അച്ചാറും ഒക്കെ ഇതിൻ്റെ കൂടെ ചേരും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂടെ തലേന്നത്തെ മീൻകറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ അതിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കഴിച്ച സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.